2500ഓളം വരുന്ന വനിതകൾക്ക് നേരിട്ടും പരോക്ഷമായി 1500 പേർക്കും തൊഴിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ഉയർന്നത്. 30 കോടി രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് വരുന്നത്. 2 ഫേസായിട്ടാണ് ഇത് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഫസ്റ്റ് ഫേസ് 10.35 കോടി രൂപയും മറ്റ് ഫേസ് 12.65 കോടി രൂപയാണ് നമ്മൾ തീരുമാനിച്ചത്. അനുഭവമായി ഫസ്റ്റ് ഫേസിന്റെ നിർമ്മാണം ആരംഭിച്ചു. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം 2023 2022 പിന്നെ ജൂൺ മാസം 21 തീയതി ബഹുമാനപ്പെട്ട അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MV ഗോവിന്ദ മാഷ് ഉദ്ഘാടനം ചെയ്ത് അതിന്റെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ട നിർമ്മാണത്തിനുള്ള പണം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി നബാർഡ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 20.08 കോടി രൂപയാണ് സെക്കൻഡ് ഫേസിന് ലഭ്യമായിട്ടുള്ളത്. ഈ പണം ലഭ്യമാക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നിന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ്, അതുപോലെ തദ്ദേശ വകുപ്പ്, അതോടൊപ്പം തന്നെ പുതുക്കാട് മണ്ഡലത്തിന്റെ MLA ശ്രീ KK രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വലിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ പണം ലഭ്യമായിട്ടുള്ളത്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രൻ ഉൾപ്പെടെ അതിന്റെ മോണിറ്ററിംഗ് ഉൾപ്പെടെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് ശീവൻ സ്പേസ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത്രയധികം തൊഴിൽ കൊടുക്കാനാവുന്ന ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ ആവശ്യപ്പെട്ടത് 1005 പേർക്ക്, 1000 പേരുണ്ടെങ്കിൽ 5 പേർക്കെങ്കിലും തൊഴിൽ നൽകാൻ കഴിയാവുന്ന പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുകയുണ്ടായി. അപ്പം അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതിയിലേക്ക് വന്നിട്ടുള്ളത്. ഈ പദ്ധതിയോടൊപ്പം തന്നെ അവിടെ നിരവധിയായ മറ്റ് സാമൂഹികമായ ഇടപെടൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളും പരിശീലനം നടത്താനുള്ള അവസരങ്ങളും അവർ അതിലൂടെ ഉത്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഇടവും ഈ പ്രസ്തുത സ്ഥാപനത്തിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. കൂടാതെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ വരുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവരെ ക്രഷിലോ ഡേ കെയർ ഉൾപ്പെടെ കൊടുത്ത് ജോലി ചെയ്യാൻ കഴിയാവുന്ന സൗകര്യം അവിടെ ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം സ്ത്രീകൾക്ക് വുമൺ ഹെൽത്ത് ക്ലബ്ബ് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കഫ്റ്റേരിയ, ഡോർമെട്രി, താമസിക്കാൻ ഡോർമെട്രി ഉൾപ്പെടെ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ്, റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെ മറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാവുന്ന ഇടങ്ങളും മറുഭാഗത്ത് നമുക്ക് അത്യാവശ്യം കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനാവുന്ന സൗകര്യം തുടങ്ങുന്നുണ്ട്. ഒരു മെഡിക്കൽ എയ്ഡ് പോസ്റ്റ്, അതുപോലെ ATM കൗണ്ടർ, ബാങ്ക് ഉൾപ്പെടെ സൗകര്യം കാലത്ത് വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ മണ്ഡലത്തിൽ, പുസ്തക മണ്ഡലത്തിലല്ല, ഈ കേരളത്തിനകത്ത് അറിയപ്പെടുന്ന സ്ഥാപനമായി ഈ പദ്ധതി മാറുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2024 നവംബറോടുകൂടി ഈ പണി പൂർത്തീകരിച്ച് അതിൻ്റെ പൂർത്തീകരണ പ്രഖ്യാപനം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.